ചെങ്ങന്നൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സജി ചെറിയാനാണ് നമ്മോടൊപ്പം ഉള്ളത്. എങ്ങനെയുണ്ട് സാർ, പ്രചരണം എങ്ങനെ മുന്നോട്ട് പോകുന്നു? വളരെ ഗംഭീരമായിട്ട് പോകുന്നു. 100% വിജയസാധ്യതയാണ്. കഴിഞ്ഞ വർഷം ലഭിച്ചത് 32,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അതിനേക്കാൾ മികച്ച വിജയം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കി, ആ പറഞ്ഞതിൽ ചിലത് പൂർത്തീകരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് പൂർത്തീകരിക്കുകയും പുതിയ ധാരാളം പദ്ധതികൾ വരികയും കൂടി ചെയ്തപ്പോൾ വലിയ വിശ്വാസമാണ് ഇടതുപക്ഷം മുന്നണിയിലും. പ്രത്യേകിച്ച് പറഞ്ഞ വാക്ക് പാലിച്ചു എന്ന നിലയിലുള്ള ഒരു ജനപ്രതിനിധി എന്ന നിലയിലുള്ള വിശ്വാസം, സ്നേഹം, ഒരു കരുതൽ, താങ്ങൽ. രാഷ്ട്രീയമൊന്നുമില്ല ഇവിടെ. രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നുമല്ല നോക്കുന്നത്. ഇവിടെ മണ്ഡലം വികസിച്ചു. ഇനിയും 5 വർഷം നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള ഉറപ്പുണ്ട്. ഞാനത് പ്രഖ്യാപിച്ചു. 5000 പേർക്ക് ഈ ചെങ്ങന്നൂർക്കാർക്ക് അടുത്ത 5 വർഷം ജോലി കൊടുക്കും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഉണ്ടാകാൻ പോകുന്ന മണ്ഡലമായിട്ട് ചെങ്ങന്നൂർ ഞാൻ മാറ്റും. അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരും, അതിനുള്ള സ്ഥലമെടുക്കും, അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കും. IT വരും, പിന്നെ മറ്റ് സംരംഭങ്ങൾ വരും. അപ്പോൾ അതിനുള്ള തുടക്കം കുറിച്ച് ഇപ്പം തന്നെ കുട്ടനാട് റൈസ് പാർക്കിൻ്റെ നിർമ്മാണം നടന്നു വരുന്നു. താഴംഭാഗ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ഇപ്പോൾ വലിയൊരു 5.5 കോടിയുടെ യൂണിറ്റ് ഇപ്പം സംരംഭം ഇപ്പോൾ ഇനാഗ്രേറ്റ് ചെയ്ത് തുടങ്ങാൻ പോകുന്നു. 2 ടൂറിസം പദ്ധതികൾ വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ മാന്നാർ ചെങ്ങന്നൂർ ആറന്മുള പൈതൃക പദ്ധതി, അതൊരു 700-800 കോടി രൂപയുടെ പദ്ധതിയാണ്. അത് ഫൈനലൈസ് ചെയ്തു. അതിപ്പോൾ അടുത്ത 5 വർഷം പ്ലാൻ ചെയ്തിരിക്കുകയാണ് നടപ്പാക്കാൻ. പരമ്പരാഗത വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ വലിയ നേട്ടങ്ങൾ തൊഴിൽ വരും. അതുപോലെ തന്നെ നമ്മുടെ ആയുർവേദം നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഒരു 5000 പേർക്ക് ഏറ്റവും കുറഞ്ഞത് ജോലി കൊടുക്കാൻ കഴിയുന്ന ഒരു തൊഴിലിൻ്റെ ഒരു ഹബ്ബായി ചെങ്ങന്നൂർ മാറ്റും. അടിസ്ഥാന രംഗത്ത് വലിയ മാറ്റം വന്നു കഴിഞ്ഞു. നല്ല റോഡുകളായി, പാലങ്ങളായി, 24 പാലം തന്നത്. അതുപോലെ തന്നെ പിന്നെ ഗവൺമെൻറ് ഓഫീസെല്ലാം പൂർത്തീകരിച്ചു. ആവശ്യം പോലെ സ്കൂൾ കെട്ടിടങ്ങളായി, സർക്കാർ ആശുപത്രി, ജില്ലാ ആശുപത്രി ഉൾപ്പെടെ പൂർത്തീകരിച്ചു. സ്റ്റേഡിയമായി. അപ്പോൾ ഇനിയിപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ചെയ്യാനില്ല. ആ പണം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഒരു 5 വർഷം വലിയൊരു വിഷനാണ്. 2031 വിഷൻ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണ്. അത് പുതിയ തലമുറയ്ക്ക് വേണ്ടിയാണ്, യുവാക്കൾക്കും യുവതികൾക്കുമുള്ള നല്ല വിദ്യാഭ്യാസ സംവിധാനം, ആധുനിക വിദ്യാഭ്യാസം കൊടുക്കും, നല്ല ട്രെയിനിങ് കൊടുക്കും, പരിശീലനം, ഇൻ്റർവ്യൂവിനൊക്കെ പോയാൽ അവർക്ക് ജോലി കിട്ടണം. വിദേശ രാജ്യത്ത് സ്വദേശത്ത് അവർക്ക് നല്ല റിക്രൂട്ട്മെൻറ്റ് സംവിധാനം ഉണ്ടാകും. നാട്ടിൽ നല്ല സംരംഭങ്ങൾ വരും. ഇതാണ്. അതിനൊക്കെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. എനിക്ക് ഒരു ആശങ്കയില്ല. മികച്ച വിജയം മണ്ഡലത്തിലുണ്ടാകും. എന്നെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്, ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ട്. അവരോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ വികസനം മാത്രമല്ല പറഞ്ഞത്, ഒരു പേരുദോഷം ഉണ്ടാക്കത്തില്ലെന്ന് പറഞ്ഞു. അവർക്ക് 8 വർഷമായി ചെങ്ങന്നൂരിലെ ജനപ്രതിയെ കൊണ്ട് ഒരു പേരുദോഷം ഉണ്ടായിട്ടില്ല. അവർക്ക് എവിടെ വേണമെങ്കിലും അഭിമാനത്തോട് പറയാം ഞങ്ങളുടെ നാട്ടിലെ ജനപ്രതിയെ പറ്റി. അപ്പോൾ അതെല്ലാം വോട്ടായി വരുമെന്നാണ് എൻ്റെ വിശ്വാസം. റിപ്പോർട്ടർ ടിവിയുടെ നേരോ നേതാവ് എന്ന പരിപാടിയിൽ ജി സുധാകരൻ്റെ ഒരു ഗുരുതരമായിട്ടുള്ള പരാമർശം, അത് കൃഷ്ണപിള്ള സ്മാരകം തകർത്ത ആ ദിവസം പുലർച്ചെ അങ്ങയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്, അങ്ങ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനെന്താണ് മറുപടി? ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ. അദ്ദേഹം മാനസികമായി ഒരുപാട് തകർന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അദ്ദേഹത്തെ ഇനിയും കൂടുതൽ വിഭ്രാന്തി ഉണ്ടാക്കാനായി എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അദ്ദേഹം ചെയ്ത ഈ തെറ്റ്, പാതകം, അതിൻ്റെ കുറ്റബോധത്തിൽ നിന്ന് ഓരോ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അദ്ദേഹത്തെ ഇനിയും എന്തെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ എതിർത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ അത് അദ്ദേഹത്തിന് മാനസികമായ വിഭ്രാന്തി കൂടും. അപ്പോൾ അത് ഞങ്ങളത് ആഗ്രഹിക്കുന്നില്ല. കാരണം കുറച്ചു കാലം ഈ പാർട്ടിയെ സേവിച്ച ആളല്ലേ. അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിലൊന്നും വലിയ വിശദീകരണം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ ആ കാലത്ത് കഞ്ഞിക്കുഴിയിൽ സെക്രട്ടറി ആയിരുന്നു. അതായത് അന്ന് കഞ്ഞിക്കുഴിയിലുണ്ടായ ഒരു സംഘടനാ പ്രശ്നത്തിൻ്റെ ഭാഗമായി നിലവിലുണ്ടായിരുന്ന കമ്മിറ്റിയെ പുനഃസംഘടിപ്പിച്ചപ്പോൾ സെക്രട്ടറി ആയിട്ട് എന്നെയാണ് നിയോഗിച്ചത്. അവിടെ പോയി ഞാൻ പ്രവർത്തിച്ച് ആ പ്രശ്നം പരിഹരിച്ചു, പാർട്ടി യൂണിഫൈ ചെയ്തു. ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ പാർട്ടി സെക്രട്ടറിയാണ്. അന്ന് വൈകിട്ട് ഒരു 6:30 വരെ കഞ്ഞിക്കുഴിയിൽ ഉണ്ടായിരുന്നു ഞാൻ. തലേ ദിവസം. പിറ്റേ ദിവസം അന്ന് രാത്രി ഞാൻ അവിടെ നിന്ന് ചെങ്ങന്നൂർ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് വെളുപ്പാങ്കാലത്ത് ഒരു 6 മണിയോടുകൂടിയാണ് ഞാൻ വിവരം അറിയുന്നത്. അവിടെ നിന്ന് വിളിച്ച് നമ്മുടെ സഹാക്കൾ വിവരം പറഞ്ഞു. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ടു. ഞാൻ 8:30 അവിടെ ചെല്ലുന്നത്. രാവിലെ 8:00 ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് രാത്രി 2 മണിക്ക് പോയാലെന്താ കുഴപ്പം? പക്ഷേ ഞാൻ ചെന്നത് 8:30 മണിക്ക്. ഞാനവിടെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. തുടർന്ന് ശക്തമായ പോലീസ് സംവിധാനം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഈ സംഭവം നടന്ന് കൃഷ്ണപിള്ള സ്മാരകത്തിൻ്റെ അവിടേക്ക് അങ്ങ് ആദ്യം എത്തിയത് രാവിലെ 8:30
രാവിലെ 8:30 മണിക്കാണ് സംഭവം നടക്കുന്ന സ്ഥലത്ത് ഞാൻ ചെല്ലുന്നത്. തലേദിവസം വൈകിട്ട് ഞാനൊരു 6:30ക്കാണ് അവിടെ തിരിച്ചെങ്ങനൂന് പോരുന്നത്. അപ്പോൾ ഞാൻ രാവിലെ അവിടെ ചെന്ന് അതിനുശേഷമാണ് പോലീസിൻ്റെ ശക്തമായ ആക്ഷൻ ഉണ്ടാകണം. അപ്പോൾ അന്ന് UDF ഭരിക്കുന്നത്. UDFിൻ്റെ പോലീസ് ശക്തമായി അന്വേഷിച്ച് അതിൽ ചില ആളുകളെ കുറ്റക്കാരായി കണ്ടെത്തി അവരുടെ പേര് കേസെടുത്ത് ഒരുപാട് അന്വേഷണം നടത്തി. അതിനുശേഷം കോടതി വന്നു. കോടതി ആ കേസ് തള്ളിക്കളഞ്ഞു. ആ അന്വേഷണത്തിൻ്റെ അപാകതയാണ് തള്ളിക്കളഞ്ഞത്. കാരണം അവർ നിരപരാധികളാണെന്ന് പിന്നീട് തെളിഞ്ഞു. യഥാർത്ഥ കുറ്റവാളികളെയല്ല പോലീസ് പിടിച്ചതെന്ന് ജി സുധാകരൻ പറയുന്നുണ്ട്. യഥാർത്ഥ കുറ്റവാളികളെ പിടിക്കേണ്ടത് ആരായിരുന്നു? അന്നത്തെ പോലീസ് UDFിൻ്റെ പോലീസല്ലേ. അവർ കൊടുത്ത കേസ്, ഫ്രെയിം ചെയ്ത കേസ് കോടതി പരാജയപ്പെട്ടു. കാരണം ആ കേസിൽ യഥാർത്ഥ കുറ്റവാളികളല്ലെന്ന് കോടതി പറയുന്നു. ഏതെങ്കിലും സമയത്ത് പിണറായി വിജയൻ കേസ് വേണ്ട, അന്വേഷണത്തിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഒന്നാമത്തെ കാര്യം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അങ്ങ് മോശക്കാരാകത്തില്ല. കാരണം പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആണെന്ന്. പിണറായി വിജയനാണ് ആദ്യമായി കേസ് ശക്തമായി അന്വേഷിക്കണം, അതിൻ്റെ ഭാഗമായി ക്രൈംബ്രാഞ്ചിന് കേസ് വിടണമെന്ന് ക്രൈംബ്രാഞ്ചാണ് അന്വേഷിച്ചത്. ക്രൈംബ്രാഞ്ചിനെ അന്വേഷിക്കുന്നത് UDFിൻ്റെ കാലത്താണ്. ആ അന്വേഷണത്തിൽ മുഴുവൻ ഞങ്ങൾ സഹകരിച്ചു. ഞങ്ങൾ ആരെങ്കിലും അന്വേഷണത്തെ പറ്റി എന്തെങ്കിലും ഇടപെടാനോ എതിർക്കാനോ പോയിട്ടുണ്ടോ? ഏത് അന്വേഷണം നേരിടാൻ ഞങ്ങൾ തയ്യാറല്ലായിരുന്നു. ഇപ്പം ഞാൻ രാത്രി അവിടെ നിന്നു ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അന്വേഷിച്ചാൽ പോരായിരുന്നു. അത്തരമൊരു സംഭവത്തിൽ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ഒരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു സംഭവമല്ല നടന്നത്. അതിൽ ഇദ്ദേഹത്തെ പോലെ ഇത് എങ്ങനെ കമ്മ്യൂണിസ്റ്റായിട്ട് ഇത്രയും കാലം ജീവിച്ചെന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് കോൺഗ്രസ്സുകാരെല്ലാം കൂടി ഈ മനുഷ്യനെ ഇല്ലായ്മ ചെയ്ത് കളയും. ഇവരില്ലാതാക്കാൻ വേണ്ടി ഓരോ ദിവസവും ഈ കോൺഗ്രസ്സുകാർ ദയവ് ചെയ്ത് ഞാൻ പറയാം, നിങ്ങൾ അദ്ദേഹത്തെ ഉപദേശിക്കണം. അദ്ദേഹം മത്സരിച്ചോട്ട്, അദ്ദേഹം പിന്നെ അവിടെ തെരഞ്ഞെടുപ്പിൽ വോട്ട് മേടിക്കുക ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കാര്യം. അദ്ദേഹം CPMനെതിരായിട്ട് പറഞ്ഞുകൊണ്ട് അതും. പക്ഷേ രക്തസാക്ഷികളെയും പാർട്ടി ഉണ്ടാക്കിയ കൃഷ്ണപിള്ളയും ഒക്കെ മറന്നിങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. സ്വന്തം അനുജനെ തള്ളി പറഞ്ഞ ആളല്ലേ. അപ്പോൾ കൃഷ്ണപിള്ളയെ പറ്റി ഇതല്ലേ അപ്പുറം പറയത്തില്ല. ഞങ്ങളെ കൊണ്ട് എന്ത് ഇതൊക്കെ ഇദ്ദേഹം പറയിപ്പിക്കുന്നത് വെറുതെ ആവശ്യമില്ലാതെ. ഞങ്ങളൊന്നും പറയാൻ പോകുന്നില്ലല്ലോ. അങ്ങേയറ്റം അനാവശ്യമായ കാര്യങ്ങളാണ് പറയുന്നത്. അദ്ദേഹം വിചാരിക്കും ഇതൊക്കെ പറഞ്ഞാൽ നാട്ടുകാരെല്ലാം അദ്ദേഹത്തെ അങ്ങ് അപ്രീഷിയേറ്റ് ചെയ്യും. ഒരു അപ്രീസിയേഷനും ഇല്ല. അദ്ദേഹം കൂടുതൽ ഒറ്റപ്പെടുകയും രാഷ്ട്രീയമായി അദ്ദേഹം നാശത്തിൻ്റെ പാതയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ പാർട്ടി സെക്രട്ടറി ഏത് സമയത്തും ചെല്ലരുത്. സംഭവം നടന്ന രാത്രി 10 മണി 11 മണിക്ക് കണ്ടാന്നാണ് പറയുന്നത്. ഈ 2:30 ഞാൻ അവിടെ ചെന്നാൽ അറിഞ്ഞുകൊണ്ട് ചെന്നാൽ എന്താ? പക്ഷേ ഞാൻ ചെന്നത് 8:30 മണിക്ക്, കാരണം ഞാൻ അറിഞ്ഞത് താമസിച്ചുപോയി. ചെന്നത് 8:30ക്കാണ്. അതിനെല്ലാം തെളിവില്ലേ? പോലീസിന് അറിയാമല്ലോ, പരിശോധിക്കാമല്ലോ. ഇതൊന്നും തെളിവില്ലാത്ത കാര്യമൊന്നും. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വെറും തെറ്റായ കാര്യങ്ങൾ പറഞ്ഞിട്ട് CPMനെയും കേരളത്തിൻ്റെ പാർട്ടിയുടെ സമന്വയ പിണറായി വിജയൻ അദ്ദേഹത്തെ പിടിച്ചിരുന്നു. അന്ന് ഇവിടെ കോൺഗ്രസിൻ്റെ പിന്നെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് പോലീസല്ലേ, പിണറായി വിജയനാണ് ഇവിടെ അന്വേഷണം നടത്തണമെന്ന് പറയുന്നത്. പിണറായി അന്വേഷണം നടത്തില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിണറായി എങ്ങനെ അന്വേഷണം നടത്തിയത് കോൺഗ്രസിൻ്റെ പോലീസല്ലേ. അവരല്ലേ കേസ് കോടതി സബ്മിറ്റ് ചെയ്തത്. ആ അന്വേഷണ റിപ്പോർട്ടല്ലേ കോടതി കൊടുത്തത്. ആ കേസല്ലേ കോടതി തള്ളിക്കളഞ്ഞ്. അപ്പോൾ അതിന് പാവപ്പെട്ട പിണറായി വിജയൻ എന്താ വേണം? അദ്ദേഹത്തിന് വല്ലതും. അദ്ദേഹം ഇവിടെ വന്നു, VS വന്നു, വമ്പിച്ച പൊതുസമ്മേളനം നടത്തി. കേരളം കണ്ട ഏറ്റവും വലിയ ജനസഞ്ചയത്തെ സാക്ഷി നിർത്തി VS പിണറായി പ്രഖ്യാപിച്ചു ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാ കേസിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാവുന്ന മുഴുവൻ മൊഴികളും കൊടുത്തിട്ടുണ്ട്. അന്വേഷണം സഹകരിച്ചിട്ടുണ്ട്. പക്ഷേ അന്വേഷണം ശരിയായ വഴിക്കല്ല പോയത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാ? അത് അന്വേഷിച്ച കോൺഗ്രസിൻ്റെ മന്ത്രി ഗവൺമെൻറ്റാണ്. ആ കോൺഗ്രസിനോട് നിന്നിട്ടാണ് ഇപ്പോൾ ഈ തെറ്റായ ഗുരുതരമായ ആക്ഷേപം ഉന്നയിക്കുന്നത്. അത് തെറ്റായ കാര്യമാണ്. ഒരു കാര്യം കൂടി, ഇപ്പോൾ CPIM BJP ബാന്ധവം എന്ന് UDF തന്നെ ആരോപിക്കുന്നുണ്ട്. അതിൽ അങ്ങയുടെ ഒരു മറുപടി എന്താണ്? അതൊക്കെ ബാന്ധവം ഉണ്ടാക്കിയവർ തമ്മിൽ ഉള്ള ബന്ധത്തെപ്പറ്റി അവർക്കല്ലേ അറിയത്തുള്ളൂ. കേരളത്തിൽ ഞങ്ങളും BJPയുമായിട്ട് എന്താ ബാന്ധവം ഉണ്ടാക്കാൻ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കേരളത്തിൽ പിന്നെ എവിടെങ്കിലും UDFിൻ്റെ സഹായം BJPയെ തകർക്കാൻ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? ഇപ്പം നേമത്ത് അക്കൗണ്ട് പൂട്ടിച്ച് ഞങ്ങളല്ലേ. ഇവർക്കെന്താ പങ്ക്? ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന ആ മണ്ഡലത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് ഞങ്ങൾക്ക് ജയിക്കാൻ വേണ്ടിയാണ്. എവിടെയെങ്കിലും സ്ഥാനാർത്ഥി അവർക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥാനാർത്ഥി വന്നാൽ ഉടനെ അത് മോശമാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടവരെ മത്സരിപ്പിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. എല്ലായിടത്തും ഏറ്റവും നല്ല സ്ഥാനാർത്ഥി മത്സരിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഒരു BJPയുടെ ബാധകം ആവശ്യമില്ല. UDF എല്ലാ കാലവും ബാധകം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലും എവിടെല്ലാം അവരുണ്ടാക്കിയ ബാന്ധവും നമുക്കെല്ലാം രഹസ്യമല്ല, പരസ്യം വന്നതല്ലേ. അതിപ്പോഴും അവർ അനുവർത്തിക്കുന്നു. ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ തൂക്കും. UDF പരാജയപ്പെടും. ഉടനെ ബാന്ധവം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബാന്ധവത്തിൻ്റെ ഭാഗമായിട്ട് തോറ്റെന്ന് ഇനി നാളെ പറയാമല്ലോ. അതുകൊണ്ട് പരാജയ ഭീതിയിൽ നിന്നാണ് ഇതെല്ലാം ഉയരുന്നത്. കൃഷ്ണപിള്ള സ്മാരകം തകർക്കപ്പെട്ട ദിവസം അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ 8:30 കൂടിയാണ് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയതെന്നാണ് ചെങ്ങന്നൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സജി ചെറിയാൻ പറയുന്നത്. ഒപ്പം തന്നെ അന്ന് UDF സർക്കാരിൻ്റെ പോലീസാണ് ഈ കേസ് അന്വേഷിച്ചത്. യഥാർത്ഥ പ്രതികളെ അന്ന് കണ്ടെത്താമായിരുന്നല്ലോ എന്നുകൂടി സജി ചെറിയാൻ പറയുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, ആലപ്പുഴ.